9 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. നാഷണൽ പാനസോണിക് സെറ്റ് കംപ്ലൈൻ്റ് ആയപ്പോൾ പൊളിച്ചെടുത്തപ്പോൾ കിട്ടിയതാണ്. ഇത് പൊളിച്ചെടുത്തപ്പോൾ എടുക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ 9 വോൾട്ടിൻ്റെ ചെറിയ ബാറ്ററി ഉണ്ട്, അത് റീചാർജ് ചെയ്യണം. ഇതാണ് 9 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററി. സാധാ ബാറ്ററി ഉണ്ട്, അത് ചാർജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് 9 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററി ഇരുന്ന് എൻ്റെ 2 പോയിൻ്റ് കംപ്ലൈൻ്റ് ആയപ്പോൾ പ്ലസ് മൈനസ് പോയിൻ്റ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അത് ഒന്ന് റീവർക്ക് ചെയ്തെടുത്താണ്. നമുക്ക് ചെറിയ ആവശ്യമുള്ളതുകൊണ്ട് റീവർക്ക് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയാണ്. ഏകദേശം ഒരു 10-20 രൂപ റേഞ്ച് ഉണ്ട്. ഇനി ഈ ട്രാൻസ്ഫോമർ, ഈ നാഷണൽ പാനസോണിക്കിൽ വരുന്ന ഈ ട്രാൻസ്ഫോമറിൽ 4 ഡയോഡ് വെച്ചിട്ട് റെക്ടിഫയർ ചെയ്തിട്ടാണ് കൊടുത്തത്. അതായത് ബ്രിഡ്ജ് റെക്ടിഫയർ. അതിലൊരു ഫ്യൂസും ഉണ്ട്. ഇതിൽ നേരിട്ട് ഡയറക്റ്റ് ഒരു ഏകദേശം ഒരു 200 വോൾട്ട് AC കണക്ട് ചെയ്താൽ ഇതിൽ ഔട്ട്പുട്ട് ഏകദേശം 9 വോൾട്ട് DC ആയിട്ട് കിട്ടും. അപ്പോൾ DC ഈ 2 പിന്നിലാണ് വരിക. ഇനി അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് നോക്കാം. ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പഴയ സെറ്റുകളിലൊക്കെ ട്രാൻസ്ഫോമർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസ്ഫോമർ ആകും. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫോമർ തന്നെ ഉപയോഗിക്കാമെന്ന് വെച്ചത്. ഇപ്പോൾ കിട്ടുന്നത് ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇത് ഒരുപാട് കാലം മുമ്പുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് കംപ്ലൈൻറ്റും വരില്ല. നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ. 9 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുക, അതേപോലെ 9 വോൾട്ടിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ നോക്കാണ്ടെങ്കിൽ നോക്കിയെടുക്കുക, ചെറിയ ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് പഴയ സെറ്റ് ആയതുകൊണ്ട് തന്നെ 220 അതേപോലെ ഒരു 125 വോൾട്ടിന് സെലക്ടർ സ്വിച്ച് ഇതിൽ കാണാനുണ്ട്. ഇതിൽ കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് അത് തിരിക്കാനും മറിക്കാനൊന്നും പോയിട്ടില്ല. കറക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വെച്ചിരുന്നത്. അത് ഈ ഒരു പിന്നിലാണ് നമ്മൾ പ്ലഗ് പോയിൻ്റ് 200 വോൾട്ടിൻ്റെ വയർ കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഒരു ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസ് കഴിഞ്ഞ് 4 ഡയോഡ് വരുന്നുണ്ട്. ഈ 4 ഡയോഡിലാണ് ഈ റെക്ടിഫയർ ആയിട്ട് വരുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കിത് കണക്റ്റ് ചെയ്ത് നോക്കാം. ഇത് കണക്റ്റ് ചെയ്യാൻ അധികം വലിയ റിസ്ക്കുള്ള പരിപാടിയൊന്നുമില്ല. നേരിട്ട് ഈ പിന്നിലാണ്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ സാധനം ഓക്കെ ആയി. ഈ പിന്നിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറണ്ടിന് കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു സെക്ഷനിലൊന്നും കൈകൊണ്ട് തൊടരുത്. മീറ്റർ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഈ 2 പോയിൻറ്റിൽ 200 വോൾട്ട് വരും. ഇതിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടില്ല ഓൾറെഡി, അതുകൊണ്ടാണിത് ഇങ്ങനെ തുറന്നത്. ഈ 200 വോൾട്ട് വരുന്നത് ഇതിൽ ഈ 2 പോയിൻറ്റിലാണ് വരിക. അതിൽ ഒന്ന് ഈ ഒരു സെലക്ടർ സ്വിച്ച് വഴി കയറിയിട്ട് നേരിട്ട് ഇതിൽ വരും. ഈ 3 പോയിൻ്റാണ് അതായത് 200 വോൾട്ട് ലഭിക്കുന്നത്. അതിൽ 9 വോൾട്ട് ലഭിക്കുന്നതാണ് ഈ 2 പോയിൻ്റ്. പിന്നെ ഇതിൽ റെക്ടിഫയറാണ് വരുന്നത്. ഈ റെക്ടിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് ഈ ഒരു ക്ലിപ്പ് വഴി വരുന്നത്. ഈ ക്ലിപ്പ് വഴി വരാൻ കാരണം വെച്ചാൽ അതിൽ പണ്ടത്തെ കാലത്ത് DC ബാറ്ററി ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ ഒരു കണക്ഷനാണ് ഇതിൽ ഈ 2 പോയിൻറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലിപ്പ് വഴി കയറി ഇറങ്ങിയിട്ടാണ് ഇതിൽ വരിക. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് കണക്റ്റ് ചെയ്ത് നോക്കാം.